15, 16, 19, 29 and 30 ഈ ഓരോ ആർട്ടിക്കിൾ എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ചിരിക്കണം. ആർട്ടിക്കിൾ 58 എന്ന് പറയുന്ന ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല, എല്ലാം നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ മിക്ക ബോഡീസും എന്താണ് എല്ലാവർക്കും തുല്യതയാണ് അല്ലെ, റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ഈ ഒരു പേരിൽ ടൈറ്റിൽ കൊടുത്ത ആർക്ക് മഹാരാജാവെന്നോ അങ്ങനെയുള്ള ഒരു ടൈറ്റിൽ. ഹായ്, ഞാൻ അഞ്ജലി. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സാലിൻ ഫീച്ചേഴ്സ്, പ്രിയാമ്പിള്, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഒക്കെ നമ്മൾ സിലബസിൽ കവർ ചെയ്തു. ഇത് നമുക്ക് പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്, അതായത് മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ് എന്നുള്ളതാണ്. എല്ലാ എക്സാമിനും ഇതുവരെ PSC പുതിയ പാറ്റേൺ വന്നിട്ട് നടത്തിയിട്ടുള്ള എല്ലാ എക്സാമിനും 1-2 ക്വസ്റ്റ്യൻസ് ഉള്ളൊരു പോർഷനാണ് ഫണ്ടമെന്റൽ റൈറ്റ്. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചാൽ ഫണ്ടമെന്റൽ റൈറ്റ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടുത്തൊരു പോർഷൻ വരുന്നതാണ് ഫണ്ടമെന്റൽ റൈറ്റ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ 2-3-4 പാർട്ടായിട്ടായിരിക്കും ഫണ്ടമെന്റൽ റൈറ്റ് എടുക്കുക. അപ്പോൾ എന്താണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്, എന്താണ് മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് ജനങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് പറയുന്നത് തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതിനകത്ത് ഒരുപാട് അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് ആക്ച്വലി ഈ ഫണ്ടമെന്റൽ റൈറ്റ്, മൗലികമായിട്ടുള്ള അവകാശങ്ങൾ എന്താണ്? ആക്ച്വലി എന്തുകൊണ്ടാണ് അതിനെ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് വിളിക്കുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ് ആർ ദ റൈറ്റ് ക്ലെയിംഡ് ബൈ സിറ്റിസൺ അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ്. ഓക്കെ, ആക്ച്വലി മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ സിറ്റിസൺസിന്റെ അവകാശങ്ങളാണ്. ആർക്കെതിരെയുള്ള, സ്റ്റേറ്റ് എന്തെങ്കിലും അവരുടെ പവറുകൾ, ആർബിട്രറി പവർ, ഏകാധിപത്യ റൂൾസ് അങ്ങനെയൊക്കെ എടുക്കാൻ വരുവാണെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ജനങ്ങളുടെ അവകാശമാണ് ആക്ച്വലി ഈ മൗലിക അവകാശങ്ങൾ എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു സിറ്റിസന്റെ ഓവറോൾ ഡെവലപ്മെന്റിന് വേണ്ടി, ഓൾ റൗണ്ട് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ മൗലിക അവകാശത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഒരു സിറ്റിസണിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട അവകാശങ്ങൾ, ഓൾ റൗണ്ട് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരു സിറ്റിസണിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട അവകാശത്തെ കുറിച്ചാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ റൈറ്റ് which are guaranteed and protected by Indian Constitution. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്ട് ചെയ്യുന്ന റൈറ്റ് ആണ് ഫണ്ടമെന്റൽ റൈറ്റ്, which are essential for the all round development of an individual. അതുകൊണ്ട് തന്നെ these rights are the rights claimed by citizen against the state. സ്റ്റേറ്റിനെതിരെയുള്ള സിറ്റിസൺസിന്റെ അവകാശത്തെയാണ് നമ്മൾ എന്ന് പറയാ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയാം. ഇനി ഫണ്ടമെന്റൽ റൈറ്റ് is promote the idea of political democracy. നമുക്ക് എക്കണോമിക് ഡെമോക്രസി ഉണ്ട്, സോഷ്യൽ ഡെമോക്രസി ഉണ്ട്, നമ്മൾ പ്രിയാമ്പിൾ പഠിച്ചു. അതിനകത്തെ പൊളിറ്റിക്കൽ ഡെമോക്രസി, രാഷ്ട്രീയ ജനാധിപത്യം എന്നുള്ളൊരു ഐഡിയ ആണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഐഡിയ ഓഫ് പൊളിറ്റിക്കൽ ഡെമോക്രസിയാണ്. ഐഡിയ ഓഫ് എക്കണോമിക്കൽ ആൻഡ് സോഷ്യൽ ഡെമോക്രസി പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന DPSP ആണ്. നിർദ്ദേശക തത്വങ്ങളാണ് പ്രൊമോട്ട് ഐഡിയ ഓഫ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെമോക്രസി. ഫണ്ടമെന്റൽ റൈറ്റ് ഇസ് പ്രൊമോട്ട് ദ ഐഡിയ ഓഫ് പൊളിറ്റിക്കൽ ഡെമോക്രസി എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു റൈറ്റ്സ് ആർ ക്ലെയിംഡ് ബൈ സിറ്റിസൺ എന്ന് പറഞ്ഞിട്ട് UPSC ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫണ്ടമെന്റൽ റൈറ്റ്, എന്നിട്ട് ABC ഓപ്ഷൻ എന്നിട്ട് ഈ ഓപ്ഷൻ ആണ്, ഒരെണ്ണത്തിന്റെ ഉത്തരം ഇതായിരുന്നു, ഓപ്ഷൻ ഇതായിരുന്നു. അപ്പൊ അതിന്റെ ഉത്തരം അതായത് ദിസ് ആർ ദ റൈറ്റ്സ് ക്ലെയിംഡ് ബൈ ദ സിറ്റിസൺ അഗെയിൻസ്റ്റ് ദി സ്റ്റേറ്റ് എന്നുള്ളത്. ഇനി ബേസിക് ആയിട്ട് കുറച്ച് ഫാക്റ്റുകളുണ്ട്, അതൊന്ന് പഠിച്ചിരിക്കുക. ഏത് പാർട്ടിലാണ്? നമുക്ക് 22 പാർട്ടാണുള്ളത്. അതിനകത്ത് പാർട്ട് 3യിലാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റിനെ കുറിച്ച് പറയുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ് വരുന്ന ആർട്ടിക്കിൾ 12 to ആർട്ടിക്കിൾ 35 ആണ്. ആർട്ടിക്കിൾ 12 to ആർട്ടിക്കിൾ 35 ആണ് ഫണ്ടമെന്റൽ റൈറ്റിനെ കുറിച്ച് പറയുന്നത്. നമ്മുടെ ഇന്ത്യയുടെ മാഗ്ന കാർട്ട, ആക്ച്വലി മാഗ്ന കാർട്ട എന്ന് പറഞ്ഞാൽ 1250 ബ്രിട്ടീഷിൽ കൊണ്ടുവന്ന, ഇംഗ്ലീഷ് റെവല്യൂഷനിൽ വന്നൊരു സംഭവമാണ്. അപ്പൊ എനിവേ നമ്മുടെ ഇന്ത്യയുടെ മാഗ്ന കാർട്ട, അതായത് ഒരുപാട് റൈറ്റുകൾ അടങ്ങിയിട്ടുള്ളത് എന്ന് വെച്ചാൽ ഫണ്ടമെന്റൽ റൈറ്റ്. മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. നമ്മൾ ആദ്യം സാലിൻ ഫീച്ചേഴ്സ് പഠിച്ചതാണ്. ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ ബോറോ ചെയ്ത് എവിടെ നിന്നാണ്? ഫ്രം
ദ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് USA നിന്നാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്ന ഒരു ആശയം കടമെടുത്തിട്ടുള്ളത്. പാർട്ട് 3 ആർട്ടിക്കിൾ 12 to 35 മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ ആൻഡ് ബോറോഡ് ഫ്രം അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റുകൾ എന്തൊക്കെയാന്ന് നോക്കാം. 6 ഫണ്ടമെന്റൽ റൈറ്റുകളാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. എത്ര ഫണ്ടമെന്റൽ റൈറ്റുകൾ? 6 ഫണ്ടമെന്റൽ റൈറ്റുകൾ. ആക്ച്വലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന സമയത്ത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 1949 നവംബർ 26 കൊണ്ടുവന്ന ഒരു സമയത്ത് ഇതിനകത്ത് 7 ഫണ്ടമെന്റൽ റൈറ്റുകൾ ഉണ്ടായിരുന്നു. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അത് 44ാമത്തെ ഭേദഗതി 47th Amendment 1978 വഴി നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്ന് എടുത്തു മാറ്റി അതിപ്പോ ആർട്ടിക്കിൾ 300A ഒരു റൈറ്റ് മാത്രം, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് മാത്രമായി മാറിയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന സമയത്ത് 7 ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എത്ര ഫണ്ടമെന്റൽ റൈറ്റുകളാണ്, എത്ര മൗലികാവകാശങ്ങളാണ് ഉള്ളത്? 6 മൗലികാവകാശങ്ങളാണ് ഉള്ളത്. 44ാമത്തെ ഭേദഗതി 1978 44ാമത്തെ ഭേദഗതി പ്രകാരം റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞൊരു ഫണ്ടമെന്റൽ റൈറ്റ് നമ്മൾ എടുത്തു മാറ്റുകയും അത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 300A എന്ന് പറഞ്ഞൊരു പുതിയ ആർട്ടിക്കിളായി മാറ്റുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്തല്ല, ഫണ്ടമെന്റൽ റൈറ്റ് അല്ല, ഇപ്പൊ അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് മാത്രമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. നമ്മൾ ഇനിയും ക്ലാസ്സുകളിൽ പറയും. ഇപ്പൊ എത്ര ഫണ്ടമെന്റൽ റൈറ്റുകളാണ് നമുക്കുള്ളത്? 6 ഫണ്ടമെന്റൽ റൈറ്റുകളാണ് ഉള്ളത്. ഓക്കെ, ഇപ്പൊ നമുക്ക് 6 ഫണ്ടമെന്റൽ റൈറ്റുകളാണ് ടോട്ടൽ ഉള്ളതെന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ എങ്ങനെയായിരിക്കും ഫണ്ടമെന്റൽ റൈറ്റിന്റെ ക്ലാസ് എടുക്കാന്ന് വെച്ചാൽ, ഈ ഓരോ ആർട്ടിക്കിൾ നമ്മൾ പറഞ്ഞു, ആർട്ടിക്കിൾ 12 തൊട്ട് 35 വരെയുള്ള ആർട്ടിക്കിൾസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പഠിക്കും. ഈ 6 ഫണ്ടമെന്റൽ റൈറ്റുകളും ഓരോ ആർട്ടിക്കിൾസും എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ, അതിന്റെ ഓരോ എക്സെപ്ഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ഒന്ന് റൈറ്റ് ടു ഇക്വാലിറ്റി. ഫസ്റ്റത്തെ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് പറഞ്ഞാണ് റൈറ്റ് ടു ഇക്വാലിറ്റി, തുല്യതയ്ക്കുള്ള അവകാശം. ആർട്ടിക്കിൾ 14 തൊട്ട് ആർട്ടിക്കിൾ 18 വരെയാണ്. ഇതിനകത്ത് ഓരോ ആർട്ടിക്കിൾ 14 എന്താണ് പറയുന്നത്, ആർട്ടിക്കിൾ 15 എന്താ, 16 എന്താ, 17 എന്താ, 18 എന്താ, ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പൊ അത് മൊത്തത്തിൽ പറയുന്നത് തുല്യതയ്ക്കുള്ള അവകാശങ്ങൾ, അതാണ് റൈറ്റ് ടു ഇക്വാലിറ്റി. അടുത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളാണ് ആർട്ടിക്കിൾ 19 തൊട്ട് ആർട്ടിക്കിൾ 22 വരെ പറയുന്നത്. അതിനകത്തും ഓരോന്നിലും എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണം കേട്ടോ. ഇനി ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 23 ആൻഡ് ആർട്ടിക്കിൾ 24. ദെൻ മതത്തിനുള്ള ഫ്രീഡം ഓഫ് റിലീജിയൻ, ഏത് മതം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, അതാണ് ആർട്ടിക്കിൾ 25 തൊട്ട് 28 വരെ പറയുന്നത് ഫ്രീഡം ഓഫ് റിലീജിയൻ ആണ്. ഇനി കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, സാംസ്കാരികപരമായും വിദ്യാഭ്യാസപരമായുമുള്ള നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 29 ആൻഡ് ആർട്ടിക്കിൾ 30. ഇനി റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി, അതാണ് ആർട്ടിക്കിൾ 32. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ്. നമ്മുടെ BR അംബേദ്കർ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ വിളിച്ചിട്ടുള്ളത് ആർട്ടിക്കിൾ 32 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി. അപ്പൊ ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 6 അവകാശങ്ങൾ. ഒന്ന് സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 തൊട്ട് 18, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 തൊട്ട് 22, ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23 ആൻഡ് 24, ഇഷ്ടമുള്ള റിലീജിയൻ സ്വീകരിക്കാനുള്ള അവകാശങ്ങളെ കുറിച്ച് പറയുന്നത് 25 തൊട്ട് 28, സാംസ്കാരികപരമായി വിദ്യാഭ്യാസപരമായുള്ള അവകാശം 29 ആൻഡ് 30, അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനുള്ള അവകാശം പറയുന്നത് 32. ഇത്രയും കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റുകളാണ് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റുകളാണ്, മൗലിക അവകാശങ്ങളാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഓരോന്നിലും എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതിന് മുമ്പ് നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഫണ്ടമെന്റൽ റൈറ്റിന്റെ സാലിയൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സാലിയൻ ഫീച്ചേഴ്സിൽ നിന്ന് മിക്കപ്പോഴും അതിൽ നിന്നാണ്, ആർട്ടിക്കിളിൽ നിന്ന് വരുന്നതിനേക്കാളും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു മേഖലയാണ് സാലിയൻ ഫീച്ചേഴ്സിൽ നിന്ന്. അപ്പൊ നമുക്ക് ഓരോ സാലിയൻ ഫീച്ചേഴ്സും എന്തൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് പഠിക്കാം. ഫസ്റ്റ് വൺ പറഞ്ഞിട്ടുള്ളത് ചില ഫണ്ടമെന്റൽ റൈറ്റുകൾ. നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 14 തൊട്ട് 32 വരെ ഓരോ ഫണ്ടമെന്റൽ റൈറ്റുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ചില ഫണ്ടമെന്റൽ റൈറ്റുകൾ ഓൺലി അവൈലബിൾ ടു സിറ്റിസൺ, ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പൊ ഇന്ത്യയിൽ വരുന്ന വിദേശികൾക്ക് ആ ഫണ്ടമെന്റൽ റൈറ്റ് ബാധകമായിരിക്കില്ല.
അത് ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ ചില ഫണ്ടമെന്റൽ റൈറ്റുകളുണ്ട്, ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രം ബാധകമായിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റുകൾ. ആ ഫണ്ടമെന്റൽ റൈറ്റുകൾ വരുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 16, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 29 ആൻഡ് ആർട്ടിക്കിൾ 30. ആർട്ടിക്കിൾ 15, 16, 19, 29 ആൻഡ് 30 എന്താണ്? ഇതിൽ വരുന്ന മൗലിക അവകാശങ്ങൾ ആർക്ക് മാത്രമേ ബാധകമുള്ളൂ? ഓൺലി ടു സിറ്റിസൺ. ആർക്കാണ്? ഓൺലി ടു സിറ്റിസൺ ആണ്. അപ്പൊ ആർട്ടിക്കിൾ 15 വരുന്ന കാര്യം എന്താണ്? ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഡിസ്ക്രിമിനേഷൻ സെക്സിന്റെ കാര്യത്തിലോ കാസ്റ്റിന്റെ കാര്യത്തിലോ ഒന്നും ഡിസ്ക്രിമിനേഷൻസ് പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 50. മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ ഒന്നും വിവേചനങ്ങൾ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ്. അപ്പൊ ആ ആർട്ടിക്കിൾ ആർക്ക് മാത്രമേ ബാധകമുള്ളൂ? സിറ്റിസൺസിന് മാത്രം. ഇനി എംപ്ലോയ്മെന്റിന്റെ കാര്യം, ജോലി അവസരങ്ങളിൽ വിവേചനങ്ങൾ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 16. അതും ആർക്ക് മാത്രമേ ബാധകമുള്ളൂ? ഓൺലി ടു സിറ്റിസൺ ആണ്. ഇനി ആർട്ടിക്കിൾ 19 പറയുന്നത് എന്താ? ഫ്രീഡം ഓഫ് അസംബ്ലി, ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, ഫ്രീഡം ഓഫ് അസോസിയേഷൻ എന്നൊക്കെ പറയുന്ന ഒരു 6 ഫ്രീഡത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതും ആർക്ക് മാത്രമേ ബാധകമുള്ളൂ? ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമേ ഉള്ളൂ. പിന്നെ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് എന്ന് പറയുന്നത് വരുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഫണ്ടമെന്റൽ റൈറ്റ് ആയ ആർട്ടിക്കിൾ 29 ആണ് ആർട്ടിക്കിൾ 30. ഇതും ആർക്ക് മാത്രമേ ബാധകമുള്ളൂ? സിറ്റിസൺസിന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗമാണ്. 15, 16, 19, 29 and 30 ഈ ഓരോ ആർട്ടിക്കിൾ എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ചിരിക്കണം. ആർട്ടിക്കിൾ 15, 16, 29 and 30 ഓൺലി ഫോർ 15, 16, 19, 29 and 30 ഓൺലി ഫോർ സിറ്റിസൺസ് ആണ് എന്നുള്ളത്. ഓൺലി ടു സിറ്റിസൺസിന് മാത്രമാണ് ആ ഫണ്ടമെന്റൽ റൈറ്റ് ഉള്ളൂ എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അടുത്തത്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ നോട്ട് അബ്സല്യൂട്ട് ബട്ട് ക്വാളിഫൈഡ്. എന്ന് വെച്ചാല് അബ്സല്യൂട്ട് അല്ല എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ മാറ്റങ്ങൾ വരാം, അല്ലെങ്കിൽ അതിൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാം. അതൊരിക്കലും എന്താ പെർമനന്റ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യമല്ല, അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ പറ്റാത്തൊരു കാര്യമല്ല. ക്വാളിഫൈഡ്, അതായത് നമുക്ക് ഈ പറഞ്ഞ നമ്മളിപ്പോൾ ആർട്ടിക്കിൾ 14 തൊട്ട് ആർട്ടിക്കിൾ 32 വരെ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റിൽ വേണമെങ്കിൽ റീസണബിൾ റെസ്ട്രിക്ഷൻസ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ കൊറോണ വന്ന സമയത്ത് നമ്മുടെ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റിൽ നമ്മൾ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു. അപ്പൊ ഇങ്ങനെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് അതിന് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാം. സോ അവർ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ നോട്ട് അബ്സല്യൂട്ട് ബട്ട് ക്വാളിഫൈഡ് എന്നുള്ളത് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ് എന്തല്ല? പെർമനന്റ് അല്ല. അതായത് നമുക്ക് വേണമെങ്കിൽ അമെൻമെന്റ് നടത്താം, ഭേദഗതി വരുത്തി അതിനെ റിപ്പീൽ ചെയ്യാം, അതിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഫണ്ടമെന്റൽ റൈറ്റ് നമുക്ക് അമെൻമെന്റ് കൊണ്ടുവന്ന അതിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അതുകൊണ്ട് ഒരിക്കലും ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ നോട്ട് സാക്രോസാങ്ക്ടോ അല്ലെങ്കിൽ പെർമനന്റോ ഒന്നുമല്ല, അതിൽ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അബ്സല്യൂട്ട് അല്ല എന്ന് പറയാൻ കാരണം അതിൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ പറ്റും. പെർമനന്റ് അല്ലെങ്കിൽ സാക്രോസാങ്ക്ട് അല്ല എന്ന് പറയുന്ന കാര്യം നമുക്ക് അതിനകത്ത് അമെൻമെന്റ് ഭേദഗതി പ്രകാരം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ ആണോ? അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആ സിറ്റിസൺസിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സുകളുണ്ട്. 15, 16, 19, 20 and 30. പിന്നെ അബ്സല്യൂട്ട് അല്ല, അതേപോലെ എന്തല്ല? പെർമനന്റ് അല്ല. അടുത്ത ഫീച്ചർ ആയിട്ട് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റിലെ എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സും എന്താണ്? സ്റ്റേറ്റിന്റെ ആക്ഷൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ളതാണ്. ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ഓൾസോ അഗെയിൻസ്റ്റ് ദി ആക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ എന്നുള്ളതാണ്. നമ്മൾ ആദ്യമേ പഠിച്ചു ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞ ഡെഫിനേഷൻ തന്നെ നമ്മൾ എന്താ പഠിച്ചത്? ദീസ് ആർ ദ റൈറ്റ്സ് ക്ലെയിംഡ് ബൈ ഇന്ത്യൻ സിറ്റിസൺ അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ് ആണ്. അപ്പൊ നമ്മുടെ ഒരു സ്റ്റേറ്റിന്റെ റൂൾസിന് സ്റ്റേറ്റ് നമ്മളെ കൂടുതലായിട്ട് ഭരിക്കാൻ വരുവാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങളുടെ അവകാശങ്ങളാണ്, ഇത് ധിക്കരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന നമ്മുടെ അവകാശങ്ങളാണ് ആക്ച്വലി ഫണ്ടമെന്റൽ റൈറ്റ്. മോസ്റ്റ് ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റും സ്റ്റേറ്റിന്റെ ആക്ഷൻ അഗെയിൻസ്റ്റ് ആണ്. ചില ഫണ്ടമെന്റൽ റൈറ്റ് എന്താണ്? ഇൻഡിവിജ്വലിന്റെ ആക്ഷൻസിനും അഗെയിൻസ്റ്റ് ആണ്. അതായത് ഇപ്പൊ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് നമ്മുടെ അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 17 പറയുന്നതാണ് അഗെയിൻസ്റ്റ് അൺടച്ചബിലിറ്റി. അപ്പൊ ഇതെന്താണ്? അൺടച്ചബിലിറ്റി സ്റ്റേറ്റ് മാത്രമാണോ? അല്ല, ചില ഇൻഡിവിജ്വൽസും ഇപ്പോഴും തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ അങ്ങനെയൊക്കെ നോക്കുന്ന ഇൻഡിവിജ്വൽസ് ഉണ്ട്. അപ്പൊ അവരുടെ ആക്ഷൻസിനും അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ചില ഫണ്ടമെന്റൽ റൈറ്റുകളുണ്ട്. അപ്പൊ മിക്ക ഫണ്ടമെന്റൽ റൈറ്റുകളും അഗെയിൻസ്റ്റ് ദി ആക്ഷൻ ഓഫ് സ്റ്റേറ്റ് ആണ്. മോസ്റ്റ് ഓഫ് ദി അല്ലെങ്കിൽ ഓൾ ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ്സും ആക്ഷൻ ഓഫ് ദി സ്റ്റേറ്റിന് അഗെയിൻസ്റ്റ് ആണ്. സം ആർ അഗെയിൻസ്റ്റ് ഓൾസോ ദി പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ടു എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ,
ഇപ്പൊ നമ്മൾ പറഞ്ഞു എഗെയിൻസ്റ്റ് ദി ആക്ഷൻ ഓഫ് സ്റ്റേറ്റ് എന്നൊക്കെ ആയതുകൊണ്ട് തന്നെ ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ നെഗറ്റീവ് ഇൻ ക്യാരക്ടർ എന്നാണ് നമ്മൾ പറയാ. ഓക്കെ, അതായത് എന്തുകൊണ്ടാണ് ഫണ്ടമെന്റൽ റൈറ്റ് ലിമിറ്റേഷൻസ് ആണ്, ഓരോ ഗവൺമെന്റിന് മേലുമുള്ള ലിമിറ്റേഷൻസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മോസ്റ്റ് ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ്സും നെഗറ്റീവ് ഇൻ ക്യാരക്ടർ ആണ്. ചില ഫണ്ടമെന്റൽ റൈറ്റുകൾ പോസിറ്റീവ് ഇൻ ക്യാരക്ടർ ആണ്, പക്ഷെ മോസ്റ്റ് ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ഇൻ നെഗറ്റീവ് ഇൻ ക്യാരക്ടർ എന്നുള്ളതും ഓർത്തിരിക്കും. അടുത്തത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ജസ്റ്റിഷ്യബിൾ ഇൻ നേച്ചർ, അതായത് നീതി ഉറപ്പാക്കാൻ പറ്റും. അതായത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റുകൾ വയലേറ്റ് ചെയ്യപ്പെട്ടാൽ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റുകൾ പാലിച്ചില്ല എങ്കിൽ നമുക്ക് ആരെ സമീപിക്കാം? കോടതിയെ സമീപിക്കാൻ പറ്റും. കോടതിക്ക് അതിനെതിരെ എന്ത് ചെയ്യാം? ഉത്തരവുകൾ പുറപ്പെടുവിക്കാം. ഉത്തരവുകളെയാണ് നമ്മൾ റിട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിക്കും. അപ്പൊ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്, ഏതൊരു മനുഷ്യന്റെയും ഫണ്ടമെന്റൽ റൈറ്റുകൾ വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ, നമ്മുടെ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ് നമുക്ക് കോടതിയെ സമീപിക്കാം. അപ്പൊ കോടതിക്ക് അതിനകത്ത് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ പറ്റും. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ് ജസ്റ്റിഷ്യബിൾ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ദെൻ ഇനി പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ്സ് അത് റൈറ്റ് ഗ്യാരണ്ടീഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതേപോലെ പാർലമെന്റ് ക്യാൻ അമെൻഡ് ദി ഫണ്ടമെന്റൽ റൈറ്റ് എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് വഴി ഫണ്ടമെന്റൽ റൈറ്റ് അമെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒക്കെ മേ ബി വരാം. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ് ക്യാൻ അമെൻഡ് എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ ഫണ്ടമെന്റൽ റൈറ്റ് സസ്പെൻഡ് ചെയ്യപ്പെടാൻ പറ്റും എന്ന് വെച്ചാൽ ഫണ്ടമെന്റൽ റൈറ്റ് സസ്പെൻഡ് ചെയ്യപ്പെടും എമർജൻസിയുടെ സമയത്ത്, അടിയന്തരാവസ്ഥ വരുന്ന സമയത്ത് ആർട്ടിക്കിൾ 20ഉം 21ഉം ഒഴികെയുള്ള ബാക്കി എല്ലാ ഫണ്ടമെന്റൽ റൈറ്റുകളും സസ്പെൻഡ് ചെയ്യപ്പെടും. എമർജൻസി പഠിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ കാര്യങ്ങൾ പഠിക്കും. എനിവേ ഇപ്പൊ ഇത്ര ഓർത്തിരിക്കുക, ആർട്ടിക്കിൾ 20ഉം 21ഉം ഒഴികെയുള്ള ഫണ്ടമെന്റൽ റൈറ്റുകൾ സസ്പെൻഡ് ചെയ്യപ്പെടും എമർജൻസിയുടെ സമയത്ത് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയൊക്കെയാണ് മെയിൻ ഫീച്ചർ ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? ചില ഫണ്ടമെന്റൽ റൈറ്റുകൾ ഓൺലി ടു സിറ്റിസൺ ആണ്. അത് ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 15ലും 16ലും 19ലും 29ലും 30ലും പറയുന്ന കാര്യങ്ങൾ. പിന്നെ ഫണ്ടമെന്റൽ റൈറ്റിൽ നമുക്ക് റീസണബിൾ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് അബ്സല്യൂട്ട് അല്ല, അതൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഫണ്ടമെന്റൽ റൈറ്റിൽ നമുക്ക് അതിൽ അമെൻമെന്റ് കൊണ്ടുവരാൻ പറ്റും, മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അതുകൊണ്ട് അതൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെ മിക്ക ഫണ്ടമെന്റൽ റൈറ്റ്സും എഗെയിൻസ്റ്റ് സ്റ്റേറ്റ് ആണ്, ചിലത് ഇൻഡിവിജ്വൽസിന് എഗെയിൻസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ് നെഗറ്റീവ് ഇൻ ക്യാരക്ടർ ആണ്. അതുപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ജസ്റ്റിഷ്യബിൾ ആണ്, നമുക്ക് കോടതിയെ സമീപിക്കാൻ പറ്റും. പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ് സസ്പെൻഡ് ചെയ്യപ്പെടാൻ പറ്റും, എമർജൻസി സമയത്ത് സസ്പെൻഡ് ചെയ്യപ്പെടും, ഫണ്ടമെന്റൽ റൈറ്റ് അമെൻഡ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ സാലന്റ് ഫീച്ചേഴ്സിൽ ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഓരോ ആർട്ടിക്കിളും എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 12 ടു ആർട്ടിക്കിൾ 35 വരെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതായത് ആർട്ടിക്കിൾ 12 എന്താണ്? ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ് ആണ്. ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 12 പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ് പഠിക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റിനെ കുറിച്ച് പറയുമ്പോൾ പല സ്ഥലങ്ങളിലും സ്റ്റേറ്റ് ക്യാൻ ഇമ്പോസ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് സ്റ്റേറ്റ് ക്യാൻ ഇമ്പോസ് റീസണബിൾ റെസ്ട്രിക്ഷൻ അങ്ങനെയൊക്കെ നമ്മൾ കുറെ സ്ഥലങ്ങളിൽ സ്റ്റേറ്റ് എന്ന് പറയും. അപ്പൊ ആക്ച്വലി ഈ സ്റ്റേറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നാണ് പറയാം. ഇപ്പൊ നമ്മൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ സംസ്ഥാനങ്ങൾ എന്ന് പറയും. ആ സ്റ്റേറ്റ് അല്ല നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിലോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന സ്റ്റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സംസ്ഥാനങ്ങൾ എന്നല്ല. അപ്പൊ എന്താണ് സ്റ്റേറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് ഓർഗൻ ഓഫ് ദി യൂണിയൻ ഗവൺമെന്റ്, അതായത് ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റ്, ലോകസഭ, ഈ സ്റ്റേറ്റിൽ വരുന്ന കാര്യങ്ങളാണ്. ഇന്ത്യൻ ഗവൺമെന്റ് വരും, ലോകസഭ വരും, രാജ്യസഭ വരും, അതേപോലെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ വരും, ലെജിസ്ലേറ്റീവ് അസംബ്ലികൾ വരും, ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ വരും, അതേപോലെ എല്ലാ ലോക്കൽ അതോറിറ്റീസ്, മുനിസിപ്പാലിറ്റീസ്, പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് ബോർഡുകൾ, ട്രസ്റ്റുകൾ, അതേപോലെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റികൾ, സ്റ്റാറ്റ്യൂട്ടറി ഓർഗൻ അതോറിറ്റികൾ, നോൺ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റീസ്, NHRC, NIC, ആംഡ് ഫോഴ്സ് ട്രൈബ്യൂണൽസ്, LICB എക്സെട്ര, അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്തിന്റെ ഉള്ളിൽ വരും? ഈ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഡെഫിനിഷന്റെ ഉള്ളിൽ വരും. അപ്പൊ ലോകസഭ, രാജ്യസഭ, മുനിസിപ്പാലിറ്റീസ്, പഞ്ചായത്ത്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, കൗൺസിലുകൾ, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, ഇതെല്ലാം വരുന്നതിനെയാണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുക. അപ്പൊ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല, എല്ലാം നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ മിക്ക ബോഡീസും ഇതിന്റെ അണ്ടറിൽ വരും. ഈ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഡെഫിനിഷന്റെ അണ്ടറിൽ വരും. അപ്പൊ ആർട്ടിക്കിൾ 12 പറയുന്നത് സ്റ്റേറ്റിന്റെ ഡെഫിനിഷനെ കുറിച്ചാണ്. അപ്പൊ ആർട്ടിക്കിൾ 12 വരുന്ന കാര്യങ്ങളാണ് യൂണിയൻ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, രാജ്യസഭ, ലോകസഭ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും. ഓക്കെ ആണല്ലോ? അടുത്തത് ആർട്ടിക്കിൾ 13.
ആർട്ടിക്കിൾ 13 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. ആർട്ടിക്കിൾ 13 പറയുന്ന കാര്യം, ഇപ്പോ നിയമസഭയോ പാർലമെന്റോ ഒക്കെ പാസ്സാക്കിയ ലോ കോടതികള് പരിശോധിച്ചിട്ട് അത് ഏതെങ്കിലും ഫണ്ടമെന്റൽ റൈറ്റുകൾ വയലേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് തോന്നിയാൽ അതിനെ അസാധുവായിട്ട് പ്രഖ്യാപിക്കും. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റുകളോ ആര് പുറപ്പെടുവിക്കുന്ന ലോ ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള നിയമങ്ങളും ഫണ്ടമെന്റൽ റൈറ്റുകളെ വയലേറ്റ് ചെയ്യപ്പെട്ടു എന്ന് തോന്നിയാൽ അതിനെ ഒരു അന്വേഷണം നടത്തിയിട്ട് അതിനൊന്ന് റിവ്യൂ ചെയ്തിട്ട് സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി അതിനെ അസാധുവായി പ്രഖ്യാപിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 13. അപ്പൊ ആർട്ടിക്കിൾ 13 മെയിൻ ആയിട്ട് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ ജുഡീഷ്യൽ റിവ്യൂ ആണ്. ഡോക്ട്രിൻ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ. എന്താ ജുഡീഷ്യൽ റിവ്യൂ എന്ന് വെച്ചാൽ, സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി ഒരു നിയമത്തെ, അതായത് പാർലമെന്റോ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയോ ഒക്കെ ഉണ്ടാക്കിയ നിയമത്തെ അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ് അസാധുവായിട്ട് ഡിക്ലെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ, അല്ലെങ്കിൽ അതിനെ പരിശോധിക്കുന്നതിന് ആ നിയമത്തെ സുപ്രീം കോടതി ഹൈക്കോടതിയും ലെജിസ്ലേറ്റീവ് അസംബ്ലീസും എക്സിക്യൂട്ടീവ് ഓർഗൻസും ഒക്കെ അവരുണ്ടാക്കിയ നിയമത്തെ പരിശോധിക്കുന്നതിനെയാണ് നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയാം. അപ്പൊ ആക്ച്വലി ഈ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന വേർഡ് ആർട്ടിക്കിൾ 13 മെൻഷൻ ചെയ്തിട്ടില്ല. അത് ശ്രദ്ധിക്കുക. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന വേർഡ് മെൻഷൻ ചെയ്യുകയോ ഡിഫൈൻ ചെയ്യുകയോ ഒന്നും ആർട്ടിക്കിൾ 13 ചെയ്തിട്ടില്ല. പക്ഷെ ആ ഒരു കോൺസെപ്റ്റ്, ആ ജുഡീഷ്യൽ റിവ്യൂവിന്റെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 13. അപ്പൊ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന വേർഡ് മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാലും അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാലും ഉണ്ടോ? ആർട്ടിക്കിൾ 13 ഉണ്ടോ? ഇല്ല. പക്ഷെ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അതായത് നിയമങ്ങൾ ഉണ്ടാക്കുന്നതിനെ അസാധുവായിട്ട് പ്രഖ്യാപിക്കാനുള്ള സുപ്രീം കോടതിയുടെ ഹൈക്കോടതിയുടെ പവറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എവിടെയാണ്? ആർട്ടിക്കിൾ 13. ഇനി ആർട്ടിക്കിൾ 13 നമ്മൾ നിയമങ്ങൾ എന്ന് പറഞ്ഞു, നിയമങ്ങളെയാണ്. ആ നിയമങ്ങളിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, പാർലമെന്റോ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസോ ഉണ്ടാക്കിയ പെർമനന്റ് ലോകൾ വരും. അവരുണ്ടാക്കുന്ന ടെമ്പററി ലോ, ഓർഡിനൻസ് പോലത്തെ ടെമ്പററി ലോകൾ വരും. അതേപോലെ സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്ട്രുമെന്റ്സ്, ഡെലിഗേറ്റഡ് ലെജിസ്ലേച്ചർ, ചില എക്സിക്യൂട്ടീവ്സ് ഉണ്ടാക്കുന്ന ഓർഡറുകൾ അതിനകത്ത് വരും. റെഗുലേഷൻസ്, നോട്ടിഫിക്കേഷൻസ് ഒക്കെ എന്തിൽ വരും? ഈ ലോ എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടുത്തും. ഒരു കാര്യം ശ്രദ്ധിക്കണം, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ലോ, അമെന്റ്മെന്റ് ചെയ്യാനുള്ള നിയമം ഈ ആർട്ടിക്കിൾ 13 അണ്ടറിൽ വരില്ല. ഓക്കെ, അമെന്റ്മെന്റ് ചെയ്യാനുള്ള നിയമം എന്തിന്റെ അണ്ടറിൽ വരില്ല? ആർട്ടിക്കിൾ 13 അണ്ടറിൽ വരില്ല. പക്ഷെ അമെന്റ്മെന്റ് ചെയ്യുന്ന നിയമത്തിനെ ജുഡീഷ്യൽ റിവ്യൂവിനുള്ള അധികാരം ഇപ്പോൾ ഉണ്ട്. പക്ഷെ അത് ആർട്ടിക്കിൾ 13 അണ്ടറിലല്ല എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ പെർമനന്റ് ലോസ്, പാർലമെന്റും സ്റ്റേറ്റ് ഉണ്ടാക്കുന്ന പെർമനന്റ് ലോസ്, ഓർഡിനൻസ്, സ്റ്റാറ്റ്യൂട്ടറിയുടെ ഒക്കെ ഡെലിഗേറ്റഡ് എക്സിക്യൂട്ടീവ് ആക്ഷൻസ് ഒക്കെ ഇതിനകത്ത് വരും. ബട്ട് എന്ത് വരില്ല? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ലോ എന്തിന്റെ അണ്ടറിൽ വരില്ല? ഈ ആർട്ടിക്കിൾ 13 അണ്ടറിൽ വരത്തില്ല. പക്ഷെ ഈ അമെന്റ്മെന്റ് ലോയും അസാധുവാണ്, അല്ലെങ്കിൽ അതിലൊരു ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാനുള്ള അധികാരം കോടതിക്കുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ നിയമത്തെ കുറിച്ച് പറയുന്നതും ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പറയുന്നതൊക്കെ ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 13. അടുത്തത് നമ്മുടെ റൈറ്റ് ടു ഇക്വാളിറ്റി എന്ന് പറയുന്ന നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിലെ ഫസ്റ്റ് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. സമത്വത്തിനുള്ള അവകാശം അല്ലെങ്കിൽ തുല്യതയ്ക്കുള്ള അവകാശം. ആർട്ടിക്കിൾ 14 തൊട്ട് ആർട്ടിക്കിൾ 18 വരെയാണ് ഈ തുല്യതയ്ക്കുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നത്. അതിൻ്റെ ഉള്ള ആർട്ടിക്കിൾ 14 എന്താണ്? ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. അതായത് നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്, നിയമത്തിന്റെ സംരക്ഷണവും എല്ലാവർക്കും ഒരുപോലെയാണ് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 14. ദെൻ ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ 15 റിലീജിയൻ, മതത്തിന്റെ പേരിലോ കാസ്റ്റിന്റെ പേരിലോ സെക്സിന്റെ പേരിലോ പ്ലേസ് ഓഫ് ബർത്തിന്റെ പേരിലോ ഒന്നും വിവേചനം പാടില്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ 16 പബ്ലിക് എംപ്ലോയ്മെന്റിന്റെ, പൊതു ജോലി അവസരങ്ങൾ എല്ലാവർക്കും കിട്ടുന്ന അവസരങ്ങൾ ഒരുപോലെ ആയിരിക്കണം എന്ന് പറയാം. പബ്ലിക് എംപ്ലോയ്മെന്റിന്റെ കാര്യത്തിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കണം എല്ലാ മതക്കാർക്കും എല്ലാ കാസ്റ്റുകാർക്കും ഉണ്ടാവേണ്ടത് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 16. ആർട്ടിക്കിൾ 17 ആണ് നമ്മുടെ അൺടച്ചബിലിറ്റിയുടെ അബോളിഷനെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 18 ആണ് ടൈറ്റിൽസിന്റെ അബോളിഷനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഈ ഓരോ ആർട്ടിക്കിൾ എന്തൊക്കെയാണ്, അതിന്റെ ലിമിറ്റേഷൻസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ നമുക്ക് ആദ്യം ആർട്ടിക്കിൾ 14 പോവാം. ആർട്ടിക്കിൾ 14 പറയുന്ന കാര്യമാണ് ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ്. രണ്ട് കോൺസെപ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ഇക്വാലിറ്റി ബിഫോർ ലോ, രണ്ട് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ.
ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇക്വാളിറ്റി ബിഫോർ ലോ അതായത് അതിന്റെ അർത്ഥം എന്താ? ഒരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. അവിടെ ഒരാൾക്കും ഒരു സ്പെഷ്യൽ പ്രിവിലേജസ് നൽകുന്നില്ല. ഇപ്പൊ പാവപ്പെട്ടവനെന്നോ പണക്കാരെന്നോ ഒഫീഷ്യൽ എന്നോ നോൺ ഒഫീഷ്യൽ എന്നോ ഒന്നുമില്ല. നോ പേഴ്സൺ ഈസ് എബോവ് ദ ലോ. അതാണ് ആക്ച്വലി ഇക്വാളിറ്റി ബിഫോർ ദ ലോയുടെ അർത്ഥം. നോ പേഴ്സൺ ഈസ് എബോവ് ദി ലോ. അതായത് എല്ലാവർക്കും ആബ്സെൻസ് ഓഫ് എനി സ്പെഷ്യൽ പ്രിവിലേജ്. ആക്ച്വലി നമ്മൾ പ്രിയാമ്പിൾ പഠിച്ചപ്പോൾ പറഞ്ഞു ഇക്വാളിറ്റി ഡെഫിനിഷൻ എന്താണ്? ആബ്സെൻസ് ഓഫ് പ്രിവിലേജസ് ആണ് അല്ലെ. ആർക്കും ഒരു സ്പെഷ്യൽ പ്രിവിലേജ് നൽകുന്നില്ല. എല്ലാവരും നിയമത്തിന് മുമ്പിൽ തുല്യരാണ്. നോ പേഴ്സൺ ഈസ് എബോവ് ദ ലോ. നിയമത്തിന് മുകളിൽ ആരുമില്ല. അതാണ് ആക്ച്വലി ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. പക്ഷെ എന്താ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ? ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു പിക്ചർ നോക്കിക്കേ. ഫസ്റ്റ് പിക്ചറിൽ എല്ലാവർക്കും ഒരു കട്ടയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അല്ലെ. അവർക്ക് ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ആണ്. ഫുട്ബോൾ കാണാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും സെയിം കട്ട ഇട്ട് കൊടുത്തേക്കാണ്. അപ്പൊ ഇവിടെ വരുന്ന എന്താണ്? ഇക്വാളിറ്റി ആണ് അല്ലെ. ഇക്വാളിറ്റി ബിഫോർ ലോ, എല്ലാവർക്കും ഒരേ കട്ട. പക്ഷെ ഈ ഒരേ കട്ട ഇട്ട് കൊടുത്തപ്പോ എന്താ സംഭവിച്ചേ? ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുണ്ട്, അയാൾക്ക് ആ കട്ട കയറാൻ പോലും പറ്റുന്നില്ല. പിന്നെ ഒരു പൊക്കം കുറഞ്ഞൊരു പെൺകുട്ടിയുണ്ട്, ആ പെൺകുട്ടിക്ക് ആ കട്ട ഇട്ട് കൊടുത്തെന്ന് വെച്ചാലും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. ഒരാളുണ്ട്, അയാൾ കട്ട ഇട്ടാലും ഇട്ടില്ലെങ്കിലും കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ അയാൾക്കും നമ്മൾ കട്ടിട്ട് അയാൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. അപ്പോ ഇത് ഇക്വാളിറ്റി ബിഫോർ ലോ ആണ്. എല്ലാവർക്കും സെയിം ആയിട്ടുള്ള, കാരണം അവിടെ സ്പെഷ്യൽ പ്രിവിലേജ് ആർക്കും കൊടുത്തിട്ടില്ല. ഇപ്പൊ ഡിസേബിളിനായാലും പെൺകുട്ടിക്കായാലും എല്ലാവർക്കും, പൊക്കം കുറഞ്ഞവർക്കായാലും എല്ലാവർക്കും ഈക്വൽ പോലെ ഒരേ കട്ട. അത് നമ്മൾ ആദ്യം പഠിച്ച കൺസെപ്റ്റ് ഇക്വാളിറ്റി ബിഫോർ ലോ. പക്ഷെ ഈ അടുത്ത പിക്ചർ നോക്കിക്കേ. ആദ്യത്തെ ആൾക്ക് കട്ട ഒന്നും കൊടുത്തില്ല. അയാൾക്ക് കട്ട കൊടുത്തില്ലെങ്കിലും അയാൾക്ക് നന്നായിട്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റും. പെൺകുട്ടിക്ക് എന്ത് ചെയ്തു? 2 കട്ട എക്സ്ട്രാ ഇട്ടു, ഒരു കട്ടയും കൂടി എക്സ്ട്രാ കൊടുത്തു. അപ്പൊ പെൺകുട്ടിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റി. ഡിസേബിളിന് എന്ത് പറ്റി? അയാൾക്ക് കയറാൻ പാകത്തിന് വേറൊരു സംഭവം സെറ്റ് ചെയ്ത് അങ്ങനെ കൊടുത്തു. അപ്പൊ അയാൾക്കും കളി കാണാൻ പറ്റി. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചേ? പലവർക്കും പല രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഡിസേബിളിന് എങ്ങനെ വേണോ അങ്ങനെയുള്ള രീതിയിലാണ് കളി. എല്ലാവരും കളി ഈക്വൽ ആയിട്ട് കാണിപ്പിച്ചു. പക്ഷെ അവർക്ക് കൊടുത്തിട്ടുള്ള ഫെസിലിറ്റീസ് വേറെ രീതിയിലാണ്. അപ്പൊ എന്താണ്? ചില പ്രിവിലേജുകൾ കൊടുത്തു. അപ്പൊ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് സ്പെഷ്യൽ പ്രിവിലേജുകൾ കൊടുത്തു. അപ്പൊ അങ്ങനെ സെയിം രീതിയിൽ നിൽക്കുന്ന ആൾക്കാര് നിയമത്തിന് മുമ്പിൽ സെയിം പോലെ തുല്യര്. ഓക്കെ, സിമിലർ ആപ്ലിക്കേഷൻ ഓഫ് ദി സെയിം ലോ ടു ഓൾ പേഴ്സൺ ഹു ആർ സിമിലർലി സിറ്റുവേറ്റഡ്. ഇപ്പൊ വേറൊരു ഡിസേബിൾഡ് ഇവിടെ ഉണ്ടെങ്കിൽ അയാൾക്കും ഇതേപോലെ തന്നെ നമ്മൾ കട്ട ഇട്ട് കൊടുക്കും. ഈ സെയിം ഹൈറ്റിൽ വേറൊരാളുണ്ടെങ്കിൽ അതുപോലെ അത് ഉണ്ടെങ്കിൽ നമ്മൾ അയാൾക്ക് 2 കട്ട ഇട്ട് കൊടുക്കും. അപ്പോൾ സിമിലർ കണ്ടീഷനിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് സിമിലർ രീതിയിലുള്ള നിയമങ്ങൾ. അപ്പൊ അതാണ് നമ്മളിപ്പോ റിസർവേഷൻസ്, സ്ത്രീകൾക്ക് റിസർവേഷൻസ്, കുട്ടികൾക്ക് റിസർവേഷൻസ്. അപ്പൊ അവരെ നിയമത്തിന് നോക്കുമ്പോൾ അവർക്ക് സ്പെഷ്യൽ ഇക്വാളിറ്റി കൊടുത്തിട്ടില്ല, അവർക്കൊരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിനാണ്, സിമിലറിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ് ഈക്വൽ പ്രൊട്ടക്ഷൻ ബിഫോർ ദ ലോ എന്ന് പറഞ്ഞാൽ. അപ്പൊ ആദ്യത്തെ പിക്ചർ ഇക്വാളിറ്റി ബിഫോർ ദ ലോയെ കാണിക്കുന്നെങ്കിൽ സെക്കൻഡ് പിക്ചറാണ് ശരിക്കും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയുടെ അർത്ഥം. അപ്പൊ ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിലുമാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതാണ് ആർട്ടിക്കിൾ 14 പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. എന്താ? പ്രസിഡന്റും ഗവർണറും ചില കാര്യങ്ങളിൽ, ഇപ്പൊ നമുക്കറിയാം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഗവർണർ ആയിരിക്കുന്ന സമയത്ത് അവർക്കെതിരെ ക്രിമിനൽ കുറ്റങ്ങളൊന്നും ചുമത്താൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനത്തെ ചില കാര്യങ്ങൾ അവർ സ്പെഷ്യൽ പ്രിവിലേജ് എൻജോയ് ചെയ്യുന്നുണ്ട്. അതേപോലെ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ആണെങ്കിലും ഇപ്പൊ ഒരു സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എംപിമാരെ MLA-മാരെ ഒന്നും അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ കുറച്ച് പ്രിവിലേജുകൾ. അതേപോലെ ഫോറിൻ അംബാസഡേഴ്സ്, UNO ഏജൻസിയുടെ ആൾക്കാരൊക്കെ ഇതിനൊരു എക്സെപ്ഷൻ ആയിട്ട് അവർ സ്പെഷ്യൽ, ഇപ്പൊ നമ്മൾ ആർട്ടിക്കിൾ 14 പറഞ്ഞു ആരും ബിഫോർ ദ ലോ അല്ല, എല്ലാവർക്കും സ്പെഷ്യൽ പ്രിവിലേജസ് ആണ്. പക്ഷെ അതിനകത്ത് കുറച്ച് എക്സെപ്ഷൻസ് ആണ്. പ്രസിഡന്റും ഗവർണറും MLA MP ഒക്കെ ചില കാര്യങ്ങളിൽ സ്പെഷ്യൽ പ്രിവിലേജുകൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഇതാണ് ആർട്ടിക്കിൾ 14 പറയാനുള്ളത്. ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. അതും രണ്ടിന്റെ വ്യത്യാസം മനസ്സിലാക്കിയിരിക്കുക, അതിന്റെ എക്സെപ്ഷൻസ് എന്തെന്നുള്ളതും മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് വൺ ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ 15 നമ്മൾ ആദ്യമേ പഠിച്ചിരുന്നു. എന്താണ്? ഇറ്റ്സ് അവൈലബിൾ ഓൺലി ടു സിറ്റിസൺ ആണല്ലേ, സിറ്റിസൺസിന് മാത്രം അവൈലബിൾ ആയ ഒന്നിലുള്ള ഒരു കാര്യമാണ് ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ 15 പറയുന്ന കാര്യം എന്താണ്?
വിവേചനം തടയുകയാണ്. റിലീജിയന്റെ പേരിലും റേസിന്റെ പേരിലും കാസ്റ്റിന്റെ പേരിലും സെക്സിന്റെ പേരിലും പ്ലേസ് ഓഫ് ബർത്തിന്റെ പേരിലുമുള്ള വിവേചനങ്ങൾ തടയുക. ഓക്കെ, നോ ഡിസ്ക്രിമിനേഷൻ. ഇപ്പോൾ നമ്മൾ ടോപ്പ് ഷോപ്പുകളോ പബ്ലിക് റെസ്റ്റോറന്റുകളോ പബ്ലിക് എന്റർടൈൻമെന്റുകളോ വെൽസ് റിസോർട്ടുകൾ എന്തോ ആയിക്കോട്ടെ, പബ്ലിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാ സിറ്റിസൺസിനും ഒരുപോലെ ആയിരിക്കണം യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതിൽ എന്ത് പാടില്ല, ഒരു തരത്തിലുള്ള വിവേചനവും പാടില്ല എന്ന് പറയുന്നതാണ് ആക്ച്വലി ആർട്ടിക്കിൾ 15. അതിലും ചില എക്സെപ്ഷൻസ് ഉണ്ട്. നമ്മൾ സ്ത്രീകൾക്ക് സീറ്റുകൾ റിസർവ് ചെയ്യുന്നു. ഇപ്പൊ പബ്ലിക് ട്രാൻസ്പോർട്ടായ KSRTC പോലും നമ്മൾ സീറ്റുകൾ റിസർവ് ചെയ്യുന്നു. അതേപോലെ എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസിന് ചില റിസർവേഷൻസ് എക്സാംസിനൊക്കെ നമ്മൾ കൊടുക്കുന്നു. EWSന് എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിന് കൊടുക്കുന്നു. അപ്പൊ ഇതൊക്കെ അതിനകത്ത് ചില എക്സെപ്ഷൻസ് ആണ്. ആക്ച്വലി ഒരു രീതിയിലും ഡിസ്ക്രിമിനേഷൻസ് പാടില്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 15. നെക്സ്റ്റ് വൺ ആർട്ടിക്കിൾ 16. ആർട്ടിക്കിൾ 16 പറയുന്നത് എന്താണ്? പബ്ലിക് എംപ്ലോയ്മെന്റിന്റെ കാര്യത്തിൽ, അതായത് ജോലി അവസരങ്ങളിൽ, ഗവൺമെന്റ് ജോലികളിൽ ആർക്കും ഒരു തരത്തിലും വിവേചനം പാടില്ല. ഇതും ആർക്ക് മാത്രമേ ഉള്ളൂ? സിറ്റിസൺസിന് മാത്രമേ ഉള്ള ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഇറ്റ്സ് ഓൺലി അവൈലബിൾ ടു സിറ്റിസൺ എന്നുള്ളതാണ്. No citizen can discriminate on the ground of religion, caste, sex, descent, place of birth or residence എന്നുള്ളതാണ്. അത് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ അതിന്റെ എക്സെപ്ഷൻ എന്ന് വെച്ചാൽ ചില പാർലമെന്റിന് വേണമെങ്കിൽ ക്യാൻ പ്രിസ്ക്രൈബ് റെസിഡൻസ് ആസ് എ കണ്ടീഷൻ ഫോർ സർട്ടൻ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി സ്റ്റേറ്റ്. ചില സ്റ്റേറ്റുകളിൽ അവരുടെ ലോക്കൽ ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് റിസർവേഷൻ, ഇപ്പൊ ഹരിയാനയിലൊക്കെ ഒരു 75% അവിടുത്തെ ലോക്കൽസിനാണ് അവിടെ ജോലി എടുക്കുക. അപ്പൊ അങ്ങനത്തെ റിസർവേഷൻസ് വേണമെങ്കിൽ കൊണ്ടുവരാം എന്നുള്ളതാണ്. അത് എക്സെപ്ഷൻസിൽ വരുന്ന ഒരു കാര്യമാണ്. Then state is permitted to reservation up to 10% റിസർവേഷൻസ് കൊണ്ടുവരാം എക്കണോമിക്കൽ വീക്കർ സെക്ഷൻ. ഇപ്പൊ നമ്മൾ EWS കൊണ്ടുവന്നു 103rd അമെന്റ്മെന്റ് ആക്ട് വഴി. അപ്പൊ അതൊക്കെ വരുന്നത് ഇതിനകത്ത് എക്സെപ്ഷൻ ആണ്. അപ്പൊ ആക്ച്വലി EWS 103rd അമെന്റ്മെന്റ് 15ലും 16ലും ഒക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അതിനകത്ത് എക്സെപ്ഷൻസിൽ വരുന്ന കാര്യങ്ങളാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ 16 പറയുന്നത് പബ്ലിക് എംപ്ലോയ്മെന്റ് കാര്യത്തിൽ ഡിസ്ക്രിമിനേഷൻ പാടില്ല, പക്ഷെ അതിനും എക്സെപ്ഷൻസ് ഉണ്ട്. ആർട്ടിക്കിൾ 15ഉം 16ഉം ഓൺലി ടു സിറ്റിസൺ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും PSC ചോദിക്കാറുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. പണ്ടത്തെ PSC പാറ്റേൺ ആർട്ടിക്കിൾ 17 അല്ലെങ്കിൽ അൺടച്ചബിലിറ്റി പറയുന്ന ആർട്ടിക്കിൾ. ഇപ്പൊ അങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കില്ല, പക്ഷെ അതിൽ നിന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അൺടച്ചബിലിറ്റിയുടെ അബോളിഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 17. ഇനി ഈ അൺടച്ചബിലിറ്റിയുടെ അബോളിഷന് പക്ഷെ ആ ടേം അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞൊരു ടേം ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ആർട്ടിക്കിൾ 13 പറഞ്ഞ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിട്ടില്ല. അതേപോലെ അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞ ഒരു ടേം, എന്താണ് അൺടച്ചബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടില്ല. ആക്ച്വലി മൈസൂർ ഹൈക്കോടതി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ് റെഫേഴ്സ് ടു ദി സോഷ്യൽ ഡിസബിലിറ്റീസ്. അതായത് ഒരു ഇന്ന ജാതിയിൽ ജനിച്ചു അല്ലെങ്കിൽ ഇന്നൊരു കാസ്റ്റിൽ ജനിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് അവരുടെ മേലിൽ ഇമ്പോസ് ചെയ്യുന്ന, അവരുടെ മേലിൽ ചുമത്തുന്ന റെസ്ട്രിക്ഷൻസിനെയാണ്, പരിമിതികളെയാണ് ആക്ച്വലി നമ്മൾ എന്തെന്ന് പറയാ, അൺടച്ചബിലിറ്റി എന്ന് പറയാം. അതായത് ഒരു പ്രത്യേക ജാതിയിൽ ജനിച്ചു എന്ന് പറഞ്ഞ് ഒരു സിറ്റിസണിന്റെ മുകളിൽ ചുമത്തുന്ന എന്താണ് പരിധികളെയാണ്, ലിമിറ്റേഷൻസിനെയാണ്, റെസ്ട്രിക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, അൺടച്ചബിലിറ്റി എന്ന് പറയാം. ഇനി അൺടച്ചബിലിറ്റിക്ക് എതിരെ ആക്ട് ഒക്കെ വന്നിട്ടുണ്ട്, സിവിൽ റൈറ്റ് ആക്ട് 1976. അപ്പോൾ ആ അൺടച്ചബിലിറ്റിയുടെ അബോളിഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 17. അടുത്തത് ഇമ്പോർട്ടന്റ് ആണ് ആർട്ടിക്കിൾ 18. ആർട്ടിക്കിൾ 18 പറയുന്നത് എന്താണ്? അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. അതായത് പണ്ട് മഹാരാജ, ദേവപ്രമുഖ്, ദേശപ്രമുഖ് അങ്ങനെയൊക്കെ പറയുന്ന ടൈറ്റിൽസ് ഉണ്ടായിരുന്നു. അപ്പോ നമുക്ക് ഇന്ത്യ എന്താണ്, എല്ലാവർക്കും തുല്യതയാണ് അല്ലെ, റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ഈ ഒരു പേരിൽ ടൈറ്റിൽ കൊടുത്ത ആർക്ക് മഹാരാജാവെന്നോ അങ്ങനെയുള്ള ഒരു ടൈറ്റിൽ ഒന്നും വേണ്ട, അത് കളയുക. അതിനെ കുറിച്ച് പറയുന്നതാണ് അക്കാദമിക് എക്സെപ്റ്റ് എന്താണ്, മിലിറ്ററി, ഇപ്പൊ ലെഫ്റ്റനന്റ് കേണൽ അല്ലെങ്കിൽ അക്കാദമിക് ഡിസ്റ്റിങ്ഷൻ ഉണ്ടല്ലോ, PhD, ഡോക്ടറേറ്റ്, IAS അങ്ങനെയുള്ള അക്കാദമിക് ഡിസ്റ്റിങ്ഷൻ ഒഴികെ ബാക്കിയൊന്നും ഒരാളുടെ പേരിന്റെ കൂടെ ചേർക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് അബോളിഷൻ ഓഫ് ടൈറ്റിൽ. ഇനി നമ്മുടെ ഒരു ഫോറിനർ നമ്മുടെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, ഇന്ത്യൻ ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്ന, ഇപ്പോൾ ഫോറിൻ അംബാസിഡർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കും ടൈറ്റിൽസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പ്രസിഡന്റിന്റെ കൺസെന്റ് ഇല്ലാതെ ഒരു ഫോറിൻ സ്റ്റേറ്റിൽ നിന്നും അയാൾക്ക്, ഇന്ത്യയിലാണ് അയാൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ അയാൾ ഫോറിനർ ആണെങ്കിൽ പോലും ഇന്ത്യൻ പ്രസിഡന്റിന്റെ കൺസെന്റ് ഇല്ലാതെ അയാൾക്ക് ടൈറ്റിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ,
ആ കാര്യങ്ങളെ കുറിച്ചാണ് ആക്ച്വലി ആർട്ടിക്കിൾ 18 പറയുന്നത്. പിന്നെ ഭാരതരത്ന അല്ലെങ്കിൽ പത്മഭൂഷൺ എന്നൊക്കെ ഉള്ള ടൈറ്റിൽ ഇതിനകത്ത് എക്സെപ്ഷൻസിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അതാണ് അത് ചെയ്യാൻ പറ്റും. ഭാരതരത്ന പത്മഭൂഷൺ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അത് ആർട്ടിക്കിൾ 18 അണ്ടറിൽ വരുന്നതല്ല എന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുള്ളൂ. റൈറ്റ് ടു ഇക്വാളിറ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റുകൾ ആദ്യം പഠിച്ചു, ഫണ്ടമെന്റൽ റൈറ്റിന്റെ സാലറിംഗ് ഫീച്ചേഴ്സ് പഠിച്ചു. അതിനകത്ത് ആദ്യത്തെ ഫണ്ടമെന്റൽ റൈറ്റ് ആയ റൈറ്റ് ടു ഇക്വാളിറ്റിയിലെ ആർട്ടിക്കിൾ 14 തൊട്ട് 18 വരെയുള്ള നമ്മളിന്ന് കവർ ചെയ്തിട്ടുണ്ട്. ബാക്കി ആർട്ടിക്കിൾ 19 തൊട്ട് ആർട്ടിക്കിൾ 32 വരെയൊക്കെ ഉള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കവർ ചെയ്യാം. അപ്പൊ നിങ്ങൾ സാലറിംഗ് ഫീച്ചേഴ്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. ഓരോ ആർട്ടിക്കിളും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അവൈലബിൾ സിറ്റിസൺസിന് മാത്രം അവൈലബിൾ ഏതാണെന്നൊക്കെ ഉള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് PSC തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. Among the following fundamental rights, which of them are available only to Indian citizen? ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ് നമ്മൾ പറഞ്ഞു. ഏതൊക്കെ ഫണ്ടമെന്റൽ റൈറ്റ്? ആർട്ടിക്കിൾ 50, 60, 90, 29 and 30. ഇതിനകത്ത് ഏതൊക്കെയാണ് അതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയി പഠിച്ചില്ല. എനിവേ ഇത് ആർട്ടിക്കിൾ 19 ആണ് കേട്ടോ. ഇത് നമ്മൾ പഠിച്ചു. റൈറ്റ് അഗേൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ പ്ലേസ് ഗ്രൗണ്ട് ഇത് ഏതാണ്? ആർട്ടിക്കിൾ 15 ആണ്. ഈക്വൽ ടു ഓപ്പർച്യൂണിറ്റീസ് ഇൻ പബ്ലിക് 16 ആണ്. റൈറ്റ് ടു മൈനോറിറ്റീസ് അതേതാണ്? 29 and 30 ആണ്. റൈറ്റ് ടു എലമെന്ററി എഡ്യൂക്കേഷൻ അത് ആർട്ടിക്കിൾ 21 ആണ്. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെ ആണ് സിറ്റിസൺസിന് മാത്രം ഉള്ളതാണ്? ഏതൊക്കെയാ? 1 ആർട്ടിക്കിൾ 19 ഇതെല്ലാം ഉണ്ട് അല്ലെ. ആർട്ടിക്കിൾ 1, 2 ഇത് മാത്രമേ ഇല്ല. 1, 2, 3, 4 ഉണ്ട്. അപ്പൊ നമ്മുടെ 1, 2, 3 and 4 എന്നുള്ളതാണ് അതിന്റെ ആൻസർ. അപ്പൊ ഇത് ഇന്ന് കുറെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, അത് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്തത് പാർട്ട് 3നെ കുറിച്ച്. പാർട്ട് 3 എന്ന് പറഞ്ഞത് എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്. ഫണ്ടമെന്റൽ റൈറ്റിനെ കുറിച്ച് നോട്ട് കറക്റ്റ് ആണ്. നോട്ട് കറക്റ്റ് ഏതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് മീൻ ഫോർ പ്രൊമോട്ടിംഗ് ഐഡിയ ഓഫ് പൊളിറ്റിക്കൽ ഡെമോക്രസി. State can impose reasonable restrictions on them. They resemble the instrument of instruction enumerated in the Government of India Act. Fundamental rights are not absolute and justiciable in nature. Political democracy promote ചെയ്യാനുള്ളതാണോ? ആണ്. നമ്മൾ പറഞ്ഞു ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ പ്രൊമോട്ടിംഗ് പൊളിറ്റിക്കൽ ഡെമോക്രസി. സ്റ്റേറ്റിന് റീസണബിൾ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത് നോട്ട് അബ്സല്യൂട്ട് എന്ന് അറിയപ്പെടുന്നത് അല്ലേ. അപ്പൊ റീസണബിൾ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ പറ്റും, അതും ശരിയാണ്. ഡി നമ്മൾ സാലറിംഗ് ഫീച്ചർ പഠിച്ച കാര്യമാണ്. ദേ ആർ നോട്ട് അബ്സല്യൂട്ട് ആണ്, ദേ ആർ ജസ്റ്റിഷ്യബിൾ ആണ്, അതും ശരിയാണ്. അപ്പൊ ഇത് മൂന്നും ശരിയാണ്. നോട്ട് കറക്റ്റ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് മൂന്നും നമ്മൾ സാലറിംഗ് ഫീച്ചർ പഠിച്ചൊരു കാര്യമാണ്. ഈ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ 1935 ആക്ടിൽ പറയുന്ന ഒരു കാര്യമാണ്. ശരിക്കും അതിന് സിമിലർ ആയിട്ടുള്ളത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ നിർദ്ദേശക തത്വങ്ങളാണ്. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ പഠിക്കുന്ന DPSP ആണ്, നമ്മുടെ സിലബസിലുള്ളതാണ്. അതാണ് 1935 ആക്ടിലെ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷനെ റിസംബിൾ ചെയ്യുന്നത്. അത് ഫണ്ടമെന്റൽ റൈറ്റ് അല്ല, ഇത് DPSP ആണ്. അപ്പൊ ഇതിനകത്ത് നോട്ട് കറക്റ്റ് ഏതാണ്? ഇത് നിങ്ങൾ DPSP പഠിക്കുമ്പോൾ കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ വന്നുള്ളൂ. എനിവേ ബാക്കി 3 നമ്മൾ സാലറിംഗ് ഫീച്ചർ പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് പേജ് ചോദിച്ചാണ്. താഴെ പറയുന്നതിൽ പൗരന്മാർക്കും വിദേശികൾക്കും 2 പേർക്കും ലഭ്യമായ മൗലികാവകാശം ഏതെന്നാണ്? 2 പേർക്കും. അപ്പോ ലഭ്യമല്ല, ഓൺലി ടു സിറ്റിസൺ ആണ് 15, 16, 19, 29 and 30. 2 പേർക്ക് ലഭ്യമായത്. ബാക്കി എല്ലാ ആർട്ടിക്കിളിൽ വരുന്നതും ആർക്കാണ്? 2 പേർക്ക് ലഭ്യമാണ്. ഇപ്പൊ മതം, വംശം, ജാതി, ലിംഗം അല്ലെങ്കിൽ ജന്മസ്ഥലം വിവേചനം അത് ആർട്ടിക്കിൾ 15 ആണ്, അത് ഓൺലി ടു സിറ്റിസൺ ആണ്. പൊതു തൊഴിലിന്റെ കാര്യങ്ങളിൽ ആവശ്യം അത് 16 ആണ്, അതും എന്താണ്? ഓൺലി ടു സിറ്റിസൺ ആണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതും എന്താണ്? 29 and 30 ആണ്, അത് ഓൺലി ടു സിറ്റിസൺ ആണ്. നിയമത്തിന് മുമ്പിൽ ആർട്ടിക്കിൾ 14 എന്താണ്? 2 പേർക്കും ഉള്ളതാണ്, വിദേശികൾക്കും അതേപോലെ പൗരന്മാർക്കും ഉള്ളതാണ്. അപ്പൊ 2 പേർക്കും ഉള്ളത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിനകത്ത് 15, 16, 19, 29, 30 ഓൺലി ടു സിറ്റിസൺ ആണ്. അതല്ലാതെ വന്നിട്ടുള്ളത് ആർട്ടിക്കിൾ 14 ആണ്. അതാണ് ഞാൻ നിങ്ങളുടെ ആർട്ടിക്കിൾ എന്നല്ല ക്വസ്റ്റ്യൻ ചോദിക്കുക, ആ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ നിങ്ങൾ ഓരോ ആർട്ടിക്കിളും എന്താന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് നോക്കാം. ഇത് സാലറിംഗ് ഫീച്ചറിൽ നിന്നാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ജസ്റ്റിഷ്യബിൾ ആണോ? ആണ്. അബ്സല്യൂട്ട് ആണോ? അല്ല. റീസണബിൾ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ പറ്റും. സോ ദേ ആർ നോട്ട് അബ്സല്യൂട്ട്. നെഗറ്റീവ് as well as പോസിറ്റീവ് ആണല്ലേ. നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ആണ്. അമെൻഡബിൾ ആണോ? അമെൻഡ് ചെയ്യാൻ പറ്റും. ഓൾ ആർ കറക്റ്റ് ആണോ? അല്ല. 2 തെറ്റാണ്. ഓൺലി 2 ഈസ് ഇൻകറക്റ്റ്. ഓൺലി 2 ഈസ് ഇൻകറക്റ്റ്. സോ നമ്മുടെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി എന്നുള്ളത് വരും. അടുത്തൊരു ക്വസ്റ്റ്യൻ.
Which of the following statement is correct with reference to fundamental rights in India? All fundamental rights guarantee the right of an individual against state as well as other individual. These rights are binding upon central government and not the state government. It guides the Indian state to promote social and economic welfare. Both the Supreme Court and High Court can issue writ for enforcement of fundamental right. Okay. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കി അതിനകത്ത് എന്താ പ്രശ്നം? ഒരെണ്ണം മാത്രമേ ശരിയുള്ളൂ ഈ സ്റ്റേറ്റ്മെന്റിൽ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ കുഴപ്പം? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ അഗേൻസ്റ്റ് ദി സ്റ്റേറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. എല്ലാ ഫണ്ടമെന്റൽ റൈറ്റും ഇൻഡിവിജ്വൽസിനെതിരെയാണോ? അല്ല, സം ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ അഗേൻസ്റ്റ് ദി പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് എന്നാ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ട് ഓൾ ഫണ്ടമെന്റൽ റൈറ്റ് എന്നാ. അത് തെറ്റാണ്. സം ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ അഗേൻസ്റ്റ് ദി പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആൻഡ് മോസ്റ്റ് ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ അഗേൻസ്റ്റ് ദി സ്റ്റേറ്റ് എന്നാണ്. അപ്പൊ അങ്ങനെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തെറ്റാവുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദീസ് റൈറ്റ്സ് ആർ ബൈൻഡിങ് അപ്പോൺ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് നോട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണോ? അല്ല, ഫണ്ടമെന്റൽ റൈറ്റുകൾ സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ഒക്കെ ബൈൻഡിങ് ആണ്. രണ്ടുപേർക്കും അവിടെ ഈക്വൽ ആയിട്ടുള്ള പവർ ആണുള്ളത്. സോ അങ്ങനെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും തെറ്റായി. തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ടു പ്രൊമോട്ട് സോഷ്യൽ ആൻഡ് എക്കണോമിക് ആണോ? നമ്മൾ പറഞ്ഞു പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന് പറയുന്ന ഒരു ആശയമാണ് ഫണ്ടമെന്റൽ റൈറ്റ് പ്രൊമോട്ട് ചെയ്യുന്നത്. സോഷ്യൽ ആൻഡ് എക്കണോമിക് വെൽഫെയർ പ്രൊമോട്ട് ചെയ്ത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന സിലബസിലുള്ള നിർദ്ദേശക തത്വങ്ങളാണ്. സോ അങ്ങനെ വരുമ്പോൾ സിയും തെറ്റായി. ഇപ്പൊ എ ബി സി തെറ്റായി. ദെൻ ഡി ആണ്. ഡി എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും എന്ത് ചെയ്യാം? റിട്ടുകൾ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടു നമുക്ക് കോടതിയിൽ പോയി പറയുകയാണെങ്കിൽ കോടതി അതിനെതിരെ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് നമ്മൾ റിട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ഈ രണ്ടിനും ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളൂ. നമ്മൾ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഈ 5 ക്വസ്റ്റ്യൻസ് കൂടാതെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നിങ്ങൾ നോക്കുക. നമുക്ക് ഇനി റിവിഷൻസ് കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ആക്കാം. അപ്പൊ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട്. റിട്ട് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സുകളിൽ പറയും കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. സോ നിങ്ങൾക്ക് ഇനി നമ്മുടെ അടുത്ത ക്ലാസ്സിൽ ആർട്ടിക്കിൾ 18 ബാക്കിയുള്ള ആർട്ടിക്കിളിനെ കുറിച്ച് 19 തൊട്ട് ഡീറ്റെയിൽ ആയിട്ട് എടുക്കുമായിരിക്കും. ദെൻ റിട്ടുകളെ കുറിച്ചൊക്കെ ഈ ഫണ്ടമെന്റൽ റൈറ്റ് എന്നുള്ള സിലബസ് തന്നെ നമ്മൾ തീർക്കും. അപ്പൊ ഇതുവരെ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണാം. ടാറ്റാ ബൈ. താങ്ക് യു. ബൈ.